അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നോട് പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് 6 കാര്യങ്ങൾ കൃത്യമായി ചെയ്യാമെന്ന് ഉത്തരവാദിത്വം ഏൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന് പകരമായി സ്വർഗം തരാമെന്ന് ഞാനും ഉത്തരവാദിത്വം ഏൽക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സഹാബത്തിനോട് പറഞ്ഞു. 6 കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാം എന്ന് നിങ്ങൾ എന്നോട് ഉത്തരവാദിത്വം നിന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ഉത്തരവാദിത്വം ഏൽക്കാമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനോട് പറഞ്ഞു. അതിനുശേഷം തങ്ങൾ 6 കാര്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ കളവ് പറയരുത്, സംസാരിക്കുമ്പോൾ നിങ്ങൾ കളവ് പറയരുത്. നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കരുത്. നിങ്ങളെ വിശ്വസിക്കപ്പെട്ടാൽ നിങ്ങൾ ചതിക്കരുത്. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ തെറ്റായ നോട്ടത്തിൽ നിന്ന് നിയന്ത്രിക്കണം. നിങ്ങളുടെ ഗുഹ്യ അവയവങ്ങളെ ഹറാമിൽ പെടാതെ നിങ്ങൾ കാത്തുകൊള്ളണം. നിങ്ങളുടെ കൈകളും കാലുകളും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരിക്കലും നീട്ടരുത്. ഇത്തരം 6 കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചെയ്താൽ, വാഗ്ദാനം ചെയ്താൽ, പകരമായി നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി. 6 കാര്യങ്ങൾ ഈമാനിൻ്റെ അടയാളമായി വിവിധ ഹദീസുകൾ വന്ന കാര്യങ്ങളാണ്. കാരണം കളവ് പറയുന്നതും വാഗ്ദാനം ലംഘിക്കുന്നതും ചതിക്കുന്നതും കപടവിശ്വാസിയുടെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുനാഫിക്കുകളുടെ ലക്ഷണമായിട്ടാണ് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്: കളവ് പറയലും, വാഗ്ദാന ലംഘനവും, വിശ്വസിച്ചതിന് ശേഷം ചതിയും. ബാക്കി ഈമാൻ്റെ അടയാളമായി ഖുർആനിൽ വന്ന കാര്യങ്ങളാണ്: കണ്ണുകളെ ചിമ്മുക, ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുക. പിന്നീട് അവസാനത്തെ 6ാമത്തെ കാര്യം, ഇസ്ലാമിൻ്റെ അടയാളമായി മുസ്ലിമാകുന്നതിന് എന്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നിൻ്റെ കൈകളും നിൻ്റെ കാലുകളും, ചില ഹദീസിലൊക്കെ നിൻ്റെ നാവുകളും ഒന്നുമുണ്ട്, മറ്റുള്ളവർ അതിൽ നിന്ന് സുരക്ഷിതമായിരിക്കണം, എന്നാൽ നീ മുസ്ലിമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നലെ നമ്മൾ കേട്ടു, നിൻ്റെ അയൽവക്കക്കാരൻ, അവന് നീ ഉപകാരം ചെയ്യണം, അവനെ ഉപദ്രവിക്കരുത്, എന്നാൽ നീ മുസ്ലിമാകും. ഹറാമിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നീ വലിയ ആബിദാകും. ഇന്നലെ പറഞ്ഞ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3-4 കാര്യങ്ങളാവും. അതിലൊരു കാര്യമാണ് അയൽവക്കക്കാരനെ നീ ഉപദ്രവിക്കരുത്, എന്നാൽ നീ മുസ്ലിമാകും. നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാൽ നീ മുഅ്മിനാകും. അതേപോലെ നിനക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നീ മതിപ്പോടെ നീ കാണുകയും നീ അതിൽ പരാതിപ്പെടാതിരിക്കുകയും ചെയ്താൽ നീ നന്ദിയുള്ളവനാകും. ആദരവായ റസൂലുള്ളാഹി നിങ്ങൾ ആദ്യമായി പറഞ്ഞത്, നീ ഹറാമിനെ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആബിദാകും. ആബിദ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ കഴിയുന്നവനാകും. അതിൻ്റെ ആശയങ്ങൾ ഇവിടെയും വന്നിട്ടുണ്ട്: കളവ് പറയരുത്, വാഗ്ദാനം ലംഘിക്കരുത്, ചതിക്കരുത്, കണ്ണുകളെയും ഫർജുകളെയും സൂക്ഷിക്കണം, കൈയും കാലും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരിക്കലും ഉപയോഗിക്കരുത്. ഇത്രയും കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു. ഇത്രയും കാര്യം ചെയ്യുകയാണെങ്കിൽ പകരമായി സ്വർഗം തരാമെന്ന് തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.